ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കർട്ടൻ വീഡിയോ ആണ്. കർട്ടൻ ആൻഡ് വാൾപേപ്പർ, ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ തന്നെ തലശ്ശേരി പള്ളൂര്, അത് മാഹിപ്പെട്ട സ്ഥലമാണ്. പള്ളൂര് ബൈപ്പാസ് നിന്ന് ഇറങ്ങിയിട്ട് തലശ്ശേരി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് പാറാപ്പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സമീർ ഭായ്. സമീർ ഭായിയുടെ കടയാണിത്. വളരെ നീറ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ജോലി കൊടുത്തു കഴിഞ്ഞാൽ, വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തു തരുന്ന ഒരാളാണ്. അപ്പോൾ സമീർ ഭായിയുടെ കടയും വിശേഷങ്ങളും ഞങ്ങൾക്ക് ഇന്ന് കാണാം. അപ്പോൾ സമീർ ഭായിനെ പരിചയപ്പെട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ സമീർ ഭായിയുടെ കടയൊന്ന് ഇറങ്ങി. ഹായ് സമീർ ഭായ്, എന്തുണ്ട് വിശേഷം? സുഖം തന്നെ, നോമ്പൊക്കെ തുറന്നല്ലേ? റാത്തായി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സമീർ ഭായ്. അപ്പോൾ സമീർ ഭായ്, നിങ്ങൾ ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും ഏകദേശം? ഞാൻ 20 വർഷത്തോളമായി തന്നെ ചെയ്യുന്നത്. കർട്ടൻ കൂടാതെ ഇന്റീരിയർ വർക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്? കർട്ടൻ ഇന്റീരിയർ വർക്കൊക്കെ വരാറുണ്ട്, പക്ഷെങ്കിൽ മെയിനായിട്ട് ചെയ്യുന്നത് കർട്ടൻ വർക്കാണ്. മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മള് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല 20 വർഷത്തിന്റെ മുകളിലായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. ശേഷം ഈ കർട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഒരു എന്താ പറയുക, നമ്മളൊരു വർക്ക് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കർട്ടനിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ചിലപ്പോൾ ഇൻറ്റീരിയർ വർക്കും കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മൾ വെച്ചാൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം വർക്കുകൾ എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ കെയർ ഓഫ് വർക്കുകളാണ് കൂടുതൽ നമ്മളിപ്പോൾ ചെയ്യാറുള്ളത്. പുറത്തുനിന്ന് വർക്കുകൾ വരാറുണ്ടോ കണ്ണൂർ ജില്ലയിൽ? പല ഭാഗങ്ങളിലും ചെയ്യാറുണ്ട്. പല ഭാഗങ്ങളിലും ഓടി എടുക്കാനുള്ള സമയമില്ല ചില സമയത്ത് വെച്ചാൽ നമ്മൾ ഈ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത്, അപ്പോൾ ആ ഒരു ഇതാകുമ്പോൾ അതിനനുസരിച്ചിട്ട് ചിലപ്പം ഉണ്ടല്ലോ അവരിതിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നുണ്ട്. ചില സമയങ്ങളിൽ ഈ സീസണൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം നമ്മളിപ്പോൾ എടുത്ത വർക്കുകൾ കറക്റ്റ് ആ ടൈമിനേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം. അതിന് പുറമെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. അതെ. അപ്പോൾ ഈ ഫീൽഡിൽ എത്തിപ്പെടാൻ എങ്ങനെയാണ് ഈ കർട്ടൻ ഫീൽഡിൽ എത്തിപ്പെട്ടത്? എപ്പോഴായിരുന്നു? ഞാനൊരു 20 വർഷത്തെ മുന്നേ, ഒരു പള്ളീന്റെ മുന്നേ ഇങ്ങനെ നമ്മളെ പർവീസ് എന്ന് പറഞ്ഞ നമ്മളെ സുഹൃത്തിനെ കണ്ടുമുട്ടിയ സമയത്ത് എന്നോട് പറഞ്ഞ പിന്നെ അങ്ങനെ ഒരു കർട്ടൻ്റെ ഷോപ്പിലേക്ക് ഒരാൾ ആവശ്യമുണ്ടെന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ചുക്ലിയിലെ സ്ഥാപനത്തിലേക്ക് കയറി. അപ്പോൾ അന്നേരം ജോലിക്ക് കയറി. അന്നേരം വെച്ചാൽ ഈ കർട്ടൻ മേഖലയിൽ നിന്നും അങ്ങനെ കൂടുതലായിട്ടും ആൾക്കാരില്ല, കൂടുതൽ സ്ഥാപനങ്ങളൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ നാദാപുരം, കല്ലാച്ചി, കടവത്തൂര്, കല്ലിക്കണ്ടി, പിന്നെ അങ്ങനെ പല ഭാഗങ്ങളിലും മറ്റേ തുടങ്ങി പല ഭാഗങ്ങളിലും നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ രാത്രി നൈറ്റ് നേരം പുലരുന്നത് വരെയൊക്കെ ജോലി ചെയ്യേണ്ടി വരും. ഇപ്പോൾ രാവിലെ പിന്നെ ഷോപ്പിൽ വരണം. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഒരു 1500 രൂപയാണ് ശമ്പളം ഉള്ളത് ആ ഒരു ഘട്ടത്തിൽ. ആ സമയം തന്നെ 1500 രൂപ നല്ല ശമ്പളം. അതെ വേണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങി നല്ല ചെറിയ രീതിയിൽ ഇങ്ങനെ വന്ന്, അപ്പോൾ പിന്നെ ചെറിയൊരു രീതിയിൽ സ്വന്തമായിട്ടൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങി. കാട്ടിമുക്കിലാണ് ഫസ്റ്റ് സ്ഥാപനം തുടങ്ങിയത്. സിത്താര ഡെക്കോർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം കാട്ടിമുക്ക് തുടങ്ങി. അതിനുശേഷം ഞാൻ ഖത്തറിൽ പോയിരുന്നു. ഖത്തറിൽ പോയി ഫസ്റ്റ് അവിടെ ഒരു കർട്ടൻ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത്. അപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഖത്തറിൽ 2.5 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വന്ന സമയത്ത് വീണ്ടും ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളൊരു ഉദ്ദേശം വന്ന് അങ്ങനെ കടവത്തൂര് ഒരു ഷോപ്പ് തുടങ്ങി. അവിടെ ഷോപ്പിൻ്റെ പേര് ന്യൂ ഫാഷൻ ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാരീഡെല്ലാം ആയ സമയത്ത് കുറച്ച് ഫാമിലി ആയിട്ട് ഇങ്ങനെ പുറത്ത് പോക്കും കാര്യങ്ങളിലായി എനിക്ക് ബിസിയായി. പിന്നെ എനിക്ക് കൂടുതലായിട്ട് അങ്ങ് ഷോപ്പുമായിട്ട് ഒരു കണക്ട് കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്ന്. വർക്ക് ചെയ്തേപോലെ തന്നെ അപ്പോൾ ആ ഷോപ്പ് ഞാൻ എന്ത് ചെയ്ത് പിന്നെ അവർക്ക് തന്നെ ബിൽഡിങ്ങിൻ്റെ ഓണർക്ക് തന്നെ കൊടുത്ത് അങ്ങനെ ഒക്കെ ആയ സമയത്താണ് ഇവിടെ പാറാലിൽ ഒരു സ്ഥാപനം എടുത്തത്. ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 8-9 വർഷത്തോളമായി ഞാൻ എടുത്തിട്ട്. പിന്നെ അത് കുറേ കാലം വെച്ചാൽ ഇതേപോലെ തന്നെ ഫീൽഡ് വർക്കെല്ലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ വർക്ക് പുറത്തുനിന്ന് വരും. പിന്നെ നമ്മൾ ആ രീതിയിൽ ഇങ്ങനെ പോയതായിരുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 9 വർഷത്തോളമായി. അതെ, നല്ല രീതിയിൽ പോയിക്കൊണ്ട്. അൽഹംദുലില്ലാഹ്. ഈ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളത് കുറച്ച് ഗുണം ചെയ്യുമായിരിക്കും. അവിടുത്തെ പല മോഡലുകളും ഇവിടെ കാണാത്ത മോഡലുകളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. പുതുമ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ? ഞാൻ ഈ ഗൾഫിൽ ഫസ്റ്റ് പോയ സമയത്ത് വെച്ചാൽ അവിടുത്തെ ട്രെൻഡ് തന്നെ മാറ്റമായിരുന്നു. ഇവിടെ വേറൊരു മോഡൽ, അവിടെ വേറൊരു മോഡൽ. അതാണെന്ന് വെച്ചാൽ ഈ
മേലെ നിന്നുള്ള മോഡൽ ഞെറി അങ്ങനത്തെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇതായിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചാൽ ഇപ്പോൾ അടുത്ത കാലത്താണ് ഇവിടെ ഇതായിട്ട് അവൈലബിൾ ആയിട്ട് തുടങ്ങിയത് കൂടുതലായിട്ട് ആ ഒരു മോഡലെല്ലാം. അപ്പോൾ ആ ഒരു ഇതിവിടെ എക്സ്പീരിയൻസ് വെച്ച് നല്ല രീതിയിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ഓ കുഴപ്പമില്ല. ഇവിടെ ഇപ്പം വെച്ചാൽ ബ്ലൈൻഡ്സുകൾ, പിന്നെ ലോങ് കർട്ടന്, ട്രിപ്പിൾ കർട്ടന്, അങ്ങനെ പലതരത്തിലുള്ള മോഡൽ വരുന്നു. സീബ്ര ബ്ലൈൻസ്, സീബ്ര എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് പോകുന്ന ഐറ്റംസ് ആണ്. പിന്നെ റോമൻ ബ്ലൈൻസ് എന്ന് വെച്ചാൽ ഫോൾഡിങ് ആയിട്ട് തുണീൻ്റെ ഇങ്ങനെ ഇതായിട്ട് പോകുന്നു. അതിൽ തന്നെ ഒരുപാട് മോഡൽ വരുന്നുണ്ട്. പിന്നെ ക്ലിപ്പ് റോമന്, നോർമൽ റോമൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. സമീർ ഭായ്, ഇന്റീരിയർ വർക്കിൽ എന്തൊക്കെ വർക്കാണ് നിങ്ങൾ എടുക്കുന്നത്? ഇന്റീരിയർ മെയിൻ കർട്ടൻ തന്നെ, പിന്നെ അതിൻ്റെ കൂടെ ഈ എന്താ പറയുക റൂം സെറ്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ചെയ്യുന്നത്. മണിയറ സെറ്റിങ്സ് കാര്യങ്ങൾ അത് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ മോഡൽ പാർട്ടിക്ക് ഏതാ മോഡൽ വേണ്ടത് അത് നമ്മൾ അതിൻ്റെ പിക്ചർ അവർക്ക് ആദ്യം കാണിച്ചു കൊടുക്കും. അതുപോലെ ആ ഒരു മോഡലിൽ ചെയ്ത് കൊടുക്കും. അവർക്ക് ഏത് മോഡലാണ് വേണ്ടത്, അത് മെറ്റീരിയൽ എങ്ങനെയാണ് വേണ്ടത്, അതിൽ ആദ്യം തന്നെ നമ്മൾ സംസാരിച്ച് പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്ത്. അതെ അതെ, അങ്ങനെയാണ്. വാൾപേപ്പറിന്റെ ഇത് കണ്ട് നമ്മൾ വാൾപേപ്പർ എന്ന് വെച്ചാൽ അതിൻ്റെ കാറ്റലോഗ് ഉണ്ട്. അപ്പോൾ കാറ്റലോഗ് മോഡൽ കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ നമ്മൾ മെഷർമെന്റ് ചെയ്തിട്ട് ഇത്ര ഉണ്ടല്ലോ. എന്താണ് ഇപ്പോൾ വാൾപേപ്പറിൽ ഏതാ കളിക്കുന്നത്? ഇപ്പം ട്രെൻഡായിട്ട് കളിക്കുന്നത് ഓരോ മോഡൽ മാറി വരും, ഡിസൈൻ വരും ഓരോ ട്രെൻഡിനനുസരിച്ചിട്ട്. ഇപ്പൊ നിലവിലുള്ള കർട്ടനും വാൾപേപ്പർ, കർട്ടനിൽ ഏതാ ഇപ്പൊ ട്രെൻഡായിട്ട് കളിക്കുന്നത്? കർട്ടനിൽ ഇപ്പോൾ റിപ്പിൾ കർട്ടൻ ഒരു മോഡലായിട്ട് വരുന്നുണ്ട്. റിപ്പിൾ കർട്ടൻ വെച്ചാൽ റൗണ്ട് ആയിട്ടുള്ള ഒരു ഇതായിട്ട് വരുന്നത്. അത് ലോങ് മേലെ വരുന്ന മോഡൽ വരുന്നുണ്ട്. ഫുൾ സൈസ് വരുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ഞാനിപ്പം കർട്ടൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ എന്ന് വെച്ചാൽ കർട്ടൻ്റെ അളവെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് പറയാന്ന് വെച്ചാൽ ഡോറാണ് കാണിച്ചു തരാം. നമ്മൾ ഈ ഡോറ് ആ ഡോറ് മസ്റ്റ്, ഡോറ് കർട്ടനാണ് അന്നേരം, അതാണ് മസ്റ്റ്. അത് കഴിച്ചിട്ടാണ് വിൻഡോ ഉള്ളൂ. പക്ഷെ ഇപ്പോ വെച്ചാൽ അത് മാറി. ഇപ്പൊ എന്ന് വെച്ചാല് വിൻഡോ ആണ് മെയിൻ. ഡോറിന് ഇപ്പൊ വിൻഡോ ഇല്ല, ഡോർ ഇല്ല. ഡോർ കർട്ടൻ ഇപ്പൊ എന്താ ഔട്ടായി കുറച്ച് കാലങ്ങളായിട്ട്. ഇപ്പൊ വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു എന്ന് വെച്ചാല് ഒരു ഭംഗിയാണ് ഇപ്പൊ മെയിൻ. ഇപ്പോൾ ഒരു വീട്ടിൽ കൂടലായാലും ശരി, ഒരു കല്യാണം ആയാലും ശരി, അപ്പോൾ ആ ഒരു റൂം സെറ്റിങ്സ് അല്ലെങ്കിൽ അവരുണ്ടാവില്ല ഇന്റീരിയറിന്റെ മുകളിൽ ഇപ്പം ഒരു പ്രാധാന്യം കൂടി വന്നൊരു കുറഞ്ഞ കാലം കൊണ്ട് നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ സമീർ ഭായ് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് വർക്ക് ചെയ്താണ്. മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങൾ കസ്റ്റമർ എടുത്ത് നിന്ന് എന്തെങ്കിലും ബാഡ് അനുഭവങ്ങളെല്ലാം നല്ല സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടായി നമ്മളെ പ്രേക്ഷകർക്ക്? തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് വീടുകളുമായിട്ടും ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരെ നല്ല റെസ്പെക്റ്റ് കാര്യങ്ങൾ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നല്ല മറക്കാൻ പറ്റാത്തൊരു അനുഭവം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുന്ന. മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരായിട്ടും നമ്മളിപ്പം കോണ്ടാക്ട് ചെയ്ത ഇതിലും ഒരുപാട് അനുഭവങ്ങൾ. ഇപ്പൊ വ്യക്തിപരമായിട്ട് എത്രയോ നല്ല ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നമുക്ക് ഒരുപാട് നല്ല ഒരു ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ പലരിൽ നിന്നുണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ റെസ്പെക്റ്റ് നമുക്ക് തരുന്ന ആ ഒരു അവരെ ഇതുണ്ടാവില്ലേ, അതൊക്കെ ഒരു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില സമയത്ത് വെച്ചാൽ ഫിറ്റിങ്സിനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഫിറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പല അവസരങ്ങളിലും പലരും നമ്മളെ നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് കിട്ടിയതൊക്കെ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ മറക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്നെ പല നിലക്കും ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് എന്നുവെച്ചാൽ ഞാൻ എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ അവർക്കൊരു എന്താ പറയുക പ്രോഫിറ്റ് കൊടുത്തിട്ടോ അല്ല മറ്റുള്ള രീതിയിലോ അങ്ങനത്തെ ഒന്നല്ല. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധം കൊണ്ട് സമീറെ നീ അവിടെ പോയിട്ടൊന്ന് നോക്കണം, നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ ഒരു വീടുണ്ട്, അങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിലെനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം വെച്ചാൽ നല്ല പ്രായമുള്ള ഒരാൾ. അപ്പോൾ പിന്നെ മോനെ എൻ്റെ നമ്മളൊരു ബന്ധത്തിൻ്റെ പേരിൽ എന്നോട് പറഞ്ഞു ഇങ്ങനെ നമ്പറൊക്കെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് പിന്നെ നമ്മളൊരു വർക്കുണ്ട് നീ വന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയല്ല. പിന്നെ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബുദ്ധിമുട്ടിയ സമയത്ത് ഇപ്പം ചിലപ്പോൾ നമ്മൾ വർക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ കല്യാണം വീട്ടിൽ കൂടൽ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ മറ്റുള്ള വർക്ക് പോലെയല്ല. ഇപ്പം നമ്മളിപ്പോൾ മറ്റുള്ള വർക്കൊക്കെ എന്ന് വെച്ചാൽ അവരെ കഴിഞ്ഞാലാണ് ഡേറ്റ് ഫിക്സ് ചെയ്യും. നമ്മളെ വർക്കിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ
ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചാല് പെട്ടെന്ന് ഇപ്പൊ 2, 3, 4 ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ ഓർഡർ വരുന്ന സമയത്ത് നമ്മൾ വേറെയും വർക്കും കാര്യങ്ങളെല്ലാം എടുത്ത സമയമാണെങ്കിൽ നമ്മളൊന്ന് ടൈറ്റ് ആവും. ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ടീമാണെങ്കിൽ നമുക്കത് ഇപ്പൊ ആ ഒരു രീതിയിലുള്ള ബന്ധം കണക്ഷനിലാവുമ്പോൾ പിന്നെ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ആദ്യം കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവിടെ വർക്കും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് കർട്ടൻ ഇതെല്ലാം കച്ചറയൊക്കെ കഴിഞ്ഞ് ഫൈനൽ വർക്കേ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ കണ്ടില്ല പലരിൽ നിന്നും നല്ല ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് എന്താ ഇതിന് പറയുന്നത് വരുന്നത് ആർട്ടിഫിഷ്യൽ മാറ്റ് എന്ന് പറയും. അപ്പൊ ഇതിപ്പോ വെച്ചാല് ഇതിൽ തന്നെ ഒരുപാട് ക്വാളിറ്റികൾ വരുന്നുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ കൂടുതൽ ചെയ്യുന്ന വെച്ചാൽ കൊറിയൻ വിയറ്റ്നാമിന്റെ ആണ് കൂടുതലായിട്ട് പോകുന്നത്. ഇത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കൂടുതൽ വരുന്നത്. ഇതെല്ലാം ചില അവരെ മെഷർമെന്റിനനുസരിച്ച് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കും. തീർച്ചയായും. അപ്പൊ ഈ കാണുന്ന എന്താ കാട്ടിന്റെ പേരെന്താ സമീർ ഭായ്? ഇത് റോമൻ ബ്ലൈൻസ് എന്ന് പറയും. റോമൻ ബ്ലൈൻസ് എന്നാണ് ഇത് പറയുക. ഇതിൽ തന്നെ ഒരു 2-3-4 ടൈപ്പ് വരുന്നുണ്ട്. നോർമൽ റോമൻ വരുന്നുണ്ട്, ക്ലിപ്പ് റോമൻ വരുന്നുണ്ട്, ഫ്ലീറ്റ് റോമൻ വരുന്നുണ്ട്, പൈപ്പ് റോമൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോൾ ലൈനിങ് വെച്ചിട്ട് അടിക്കുന്നുണ്ട്, ലൈനിങ് വെക്കാണ്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ പല മോഡലായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ക്ലിപ്പ് റോമനാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓരോ വലിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിപ്പോൾ ബാക്കിൽ വരുന്ന നെറ്റ് കൊടുത്തതാണ്. ഇതിപ്പോ ഇങ്ങനെ ഇത് വലിക്കുന്ന സമയത്ത് ഇതിപ്പോ മേലോട്ടേക്ക് ഇങ്ങനെ ഫോൾഡിങ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അപ്പൊ അതാണ് ഇതിന്റെ സിസ്റ്റം. ഇപ്പൊ താത്തി കഴിഞ്ഞാല് ഇങ്ങനെ താണ് ഓരോ മടക്കും ഇങ്ങനെ താണ് വരും. സിംഗിൾ ഓരോ ഫോൾഡിങ്ങും ഇതായിട്ട് വരും വലിക്കുന്നതിനനുസരിച്ച്. ഇത് സീബ്ര ബ്ലൈൻസ് എന്ന് പറയും. ഇത് ഡാനൈറ്റ് കർട്ടൻ ആണ്. വെച്ചാൽ നമുക്കിപ്പോ വെളിച്ചം അടിക്കേണ്ട വെളിച്ചമാക്കി വെക്കാം. പിന്നെ ക്ലോസ് ചെയ്തിട്ട് കറക്റ്റ് നല്ല പ്രൊട്ടക്റ്റീനായിട്ട് ബ്ലാക്ക് ഔട്ട് ആയിട്ട് ബെഡ്റൂം നല്ല ഡാർക്ക് ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വെളിച്ചം വേണ്ടിക്കണമെങ്കിൽ ഒരു വലിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് വെളിച്ചം അങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് കിട്ടുമല്ലോ. ഇതൊക്കെ അതിൽപ്പെട്ട കർട്ടൻസിൽ ഇപ്പൊ കോമൺ ആയിട്ട് പോകുന്ന ഐറ്റംസ് ആണ് ഇത്. ഇതാണ് ഇപ്പൊ കോമൺ ആയിട്ട് സീബ്രയില് കോമൺ ആയിട്ട് ഇതില് വരുന്നുണ്ട്. ഏതൊക്കെയാ വരുന്നത്? ഇത് NL എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മളിപ്പോ കൂടുതലായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് നല്ല ക്വാളിറ്റികളായിട്ട്. ഇതിന് വാറന്റി കാര്യങ്ങൾ എന്തായാലും ഉണ്ടോ? വാറന്റി വെച്ചാൽ ഇതൊന്നും അങ്ങനെ NL എന്ന് പറഞ്ഞ കമ്പനിയൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരാത്ത ക്വാളിറ്റി ഉള്ള സാധനമാണ്. അത്യാവശ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സൈറ്റിലും വിളിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് തിരക്കെല്ലാം വരുമ്പോൾ ചെറുങ്ങനെ ഒന്ന് ഡിലേ ആയി പോയിട്ടുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സർവീസും കാര്യങ്ങളും കറക്റ്റ് ചെയ്തു. ഇതൊക്കെ ഇതിൽപ്പെട്ടതായത് ഇത് റെഡിമെയ്ഡ് കർട്ടൻ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഇത് വെച്ചാല് വിൻഡോ സൈസ് വരുന്നുണ്ട്, ഡോർ സൈസ് വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് കൊടുക്കും. പിന്നെ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വണ്ടിക്കണം അങ്ങനെയും ചെയ്ത് കൊടുക്കും. അവർക്ക് എങ്ങനെയാണ് ഇൻസൈഡ് വരുന്നുണ്ട്, ഔട്ട് സൈഡ് വരുന്നുണ്ട്. ഏത് മോഡൽ വണ്ടിക്കണം ചെയ്ത് കൊടുക്കും. എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ ഓരോ കമ്പനി കാറ്റലോഗുകളാണ് ഇതെല്ലാം. ഇത് വെച്ചാൽ നമ്മളിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒരു പാർട്ടിക്ക് ഏതാ മോഡൽ വേണ്ടതെന്നല്ല ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? കാറ്റലോഗ് കാണിച്ചിട്ട് അവർക്ക് പിന്നെ ഓരോ കമ്പനീന്റെ മെറ്റീരിയലുകൾ ഒരുപാട് കമ്പനി വരുന്നുണ്ട് ഇതില് കർട്ടന്റെ ഇതില്. അപ്പൊ അവര് സെലക്ട് ചെയ്തതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഓർഡർ ചെയ്തിട്ട് മെറ്റീരിയൽ വരുത്തിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതാണ് ട്രെൻഡിങ് ഐറ്റം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം ഇതൊക്കെ നല്ലോണം പോകുന്നത്. ഇതിപ്പോ നല്ലോണം കോമൺ ആയിട്ട് നല്ലൊരു ഇതായിട്ട് പോകുന്നുണ്ട്. ചെറിയൊരു ഇതില് ചെറിയ റേറ്റിൽ നമുക്കൊരു എക്സ്പെൻസീവ് അല്ല, ഒരു കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ വരുന്നുണ്ട്. ലൈറ്റ് കളർ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഷീർ ഡിസൈൻ വരുന്ന ഷീറുകൾ. ഇതിലൊരുപാട് ഐറ്റംസും കളറും എല്ലാം വരുന്നുണ്ട്. ഇന്നത്തെ മെറ്റീരിയലുകൾ ഇത് ഏഷ്യൻ മൈൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കാറ്റലോഗാണ് ഇത്. അതെയാ? ഇതിൽ ഒരുപാട് മെറ്റീരിയലുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം മോഡലും ഡിസൈൻ. ഇതെന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഇങ്ങനത്തെ മെറ്റീരിയൽ. ചിലതെന്ന് വെച്ചാൽ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ പുല്ലിങ് പോരും. ഈ സാധനം ഉണ്ടല്ലോ ഗാർഡൻ സെറ്റ് ചെയ്ത് ഇത് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ നോക്കി അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇത് വരൂല. അങ്ങനെ കണ്ടോ? സ്ട്രോങ് ആണ്, ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ വിയറ്റ്നാമിന്റെ ഐറ്റംസ് ആണ്. ഇതിൽ ഒരുപാട്
ലെങ്സുകളായിട്ടാണ് വരിക. ഒരു പീസ് ചിലപ്പോൾ ഒരു 48 എടുത്ത് 48 എന്ന് പറയുമ്പോൾ മീറ്ററിലാകുമ്പോൾ 1.20 ആ ഒരു ലെവലിലുള്ള പീസുകളാണ് വരിക. അപ്പോൾ അതെന്ന് വെച്ചാൽ സ്റ്റീല് പഞ്ചിങ് റിങ് വരുന്നുണ്ട്, ഈ പ്ലാസ്റ്റിക് ടൈപ്പ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ടൈപ്പ് എല്ലാം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വാഷ് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ ഇപ്പോൾ വാഷിംഗ് മെഷീനിലിട്ടിട്ട് കറക്കും, അത് എന്തായി പോവും, പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാലും നമുക്ക് വേറെ പഞ്ചിങ് ചെയ്തിട്ട് വെക്കേണ്ട സൗകര്യമുണ്ട്. ഇപ്പോൾ അഥവാ ഇത് പൊട്ടിപ്പോയി, ഈ റിങ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ റിങ് വെച്ചിട്ട് പഞ്ചിങ് ചെയ്തിട്ട് തരും. അത് പ്ലാസ്റ്റിക്കും വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതെല്ലാം സ്റ്റീൽ ടൈപ്പ് വേണ്ടിയിട്ട് അതും നമ്മൾ ചെയ്തു തരും. സ്റ്റീൽ ടൈപ്പ് എല്ലാം ഒരു പീസിൻ്റെ ഒരു 12 രൂപ അങ്ങനെയെല്ലാം വരുന്നുണ്ട്, 12-13 രൂപയെല്ലാം വരുന്നുണ്ട്. അത് പഞ്ചിങ് ആണ്, മെഷീൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ പഞ്ച് ചെയ്തിട്ട് നല്ല ഇത് കിട്ടും. അപ്പോൾ അതിൻ്റെ നമ്മൾ ചെയ്യുന്നുണ്ട്.